ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് നാളികേരം അരച്ച് വെച്ച നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോവയ്ക്ക കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അസല രുചിയുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മളിതിലാണ് കോവയ്ക്ക കറി എന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കിലോ കോവയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി വളരെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഈ മുളക് പൊടിയുടെ അളവ് ഒന്ന് കുറച്ചേക്കണേ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുളക് പൊടിയാണെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടുതലുണ്ടാവും. അത് നോക്കിയിട്ട് വേണം മുളക് പൊടി ഇടാനായിട്ട് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മസാലകളെല്ലാം ഇട്ടിട്ട് കൂട്ടി തിരുമ്മിയാണ് ഈ ഒരു കറി വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള വാളംപുളി പിഴിഞ്ഞിട്ട് ഒഴിക്കണം. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് ഒന്ന് പിഴിഞ്ഞിതിലേക്ക് ഒഴിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വാളംപുളിക്ക് പകരം തക്കാളി എടുത്താലും മതി. 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. നമ്മളിങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഞെരടി യോജിപ്പിക്കുമ്പോൾ ആ ഒരു കറി പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിച്ച് ഒഴിക്കുക, ഒരുമിച്ച് കുറേ അങ്ങ് ഒഴിച്ച് കളയരുത്. നമ്മുടെ ഈ കോവയ്ക്കയുടെയൊക്കെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു 1/4 കപ്പ് ബാക്കിയുണ്ട് കേട്ടോ. ഒരു 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കി ചേർക്കുക. നമ്മളിതിൽ നാളികേരം കരച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെള്ളം വെക്കേണ്ട. കോവയ്ക്കയുടെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കയറ്റി വയ്ക്കാം. തീ നന്നായിട്ടൊന്ന് കൂട്ടിയിട്ടിട്ട് ഇത് മൊത്തം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ മൊത്തം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കോവയ്ക്ക വേവാനായിട്ട് കുറേ സമയം എടുക്കുന്നില്ല. വളരെ വേഗം തന്നെ നമുക്ക് കോവയ്ക്ക കുക്കായിട്ട് കിട്ടും. അപ്പോൾ അടച്ച് വെക്കാൻ കേട്ടോ. തീ നന്നായിട്ട് കൂട്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക ഒരു കുറേ ഭാഗത്തോളം ഒരു 3/4 ഭാഗത്തോളം ഈ സമയത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെന്താൽ മതി. അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു നാളികേരത്തിൻ്റെ പകുതി ചിരകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാഞ്ഞത്. അപ്പം ഒരു മീഡിയം സൈസിലുള്ള നാളികേരത്തിൻ്റെ പകുതിയാണ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മളതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ഇച്ചിരി തിക്കായിട്ടുള്ള നമ്മൾ ചോറിൻ്റെ കൂടെ ഇങ്ങനെ പുരട്ടി കഴിക്കാനുള്ളൊരു അതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി അധിക സമയം നമ്മളിത് വേവിച്ചെടുക്കുന്നില്ല. നമ്മൾ നാളികേരം അരച്ചത് ചേർത്തിരിക്കുകയല്ലേ. നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. കോവയ്ക്ക ആയതുകൊണ്ട് തന്നെ കുറേ സമയം എടുക്കുകയൊന്നുമില്ല. അപ്പോൾ അതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മളിതാ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കി നല്ല പാകത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ട് ഒരു ചെറിയ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയ്ക്ക് ഇച്ചിരി കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഞാൻ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മൂത്ത് വന്നോട്ടെ. നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വരണം.
അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ തീയങ്ങ് ഓഫാക്കിയിട്ടാണ്. നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, ആ കളറിന് വേണ്ടി മാത്രം. ഇത്രയും മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. താളിപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണമെന്നില്ല. അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച ശേഷം ഇളക്കിയിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് കറിയിലേക്ക് പിടിക്കും. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കുകയാണേ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അടിപൊളിയല്ലേ. ചോറ് കഴിക്കാനായിട്ട് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ചോറിൻ്റെ കൂടെ ഈ ഒറ്റ കറി മാത്രം മതി. അതല്ല നിങ്ങളുടെ കുറച്ച് അച്ചാറോ അല്ലെങ്കിൽ പപ്പടം വറുത്തതോ അല്ലെങ്കിൽ ഒരു മുട്ട വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.